ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓങ്കാരപ്പൊരുണം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവജസ്സരോജമമരം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജനശൽപതൈരഹരഹ പേപീയമാനം മുദാ ഭൂയാൽ ഭാരതപങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ. ഓം മഹാഭാരതം സംഭവ പർവത്തിലെ പാണ്ഡുവിന്റെ ചരമഗതി തുടങ്ങിയിട്ട് 5 പുത്രന്മാരോടും 2 പത്നികളോടും നെഞ്ചകം തെളിഞ്ഞരണ്യാശ്രമേ വാഴുങ്കാലം പഞ്ചസായകൻ തന്നെ ബന്ധുവാം കാലം വന്നു പഞ്ചത്വം ഭവിപ്പാനായി പാണ്ഡുവിന്നതു കാലം. ഇന്ദ്രപുത്രനു 14 വത്സരം തികയുന്ന ജന്മർഷദിനമിന്നെന്നു നിരൂപിച്ചു വിപ്രഭോജനത്തിനു കോപ്പിട്ട് കുന്തിദേവി തൽപദാർത്ഥങ്ങളെല്ലാം സംഭരിച്ചൊരുക്കുമ്പോൾ പുഷ്പബാണനു സമനാകിയ നരവധി പുഷ്പിതലതാവൃക്ഷശോഭിതവനഭുവി ഭദ്രശീലാംഗിയായ നാരിമാർ കുലമണി മദ്രാധിപതി സുതയോടും വൈദ്രവീര്യൻ സഞ്ചരിച്ചത് വസന്താഭയം കണ്ടു കണ്ടു ചഞ്ചലമായി മനോധൈര്യവും വിധിപരാൽ മന്മഥശരമേറ്റു നിർമ്മലനായ പാണ്ഡുകർമ്മവാസനാവശാൽ സമ്മോഹം പൂണ്ടമൂലം മാദ്രിയെ കണ്ടു ചിത്തമാർദ്രമായി ക്ഷമകയാൽ പാർത്ഥിവൻ തരുതരെ പേർത്ത് പുലുകിയ നേരം മാമുനിശാപം കൊണ്ടു ജീവനും നടകൊണ്ടു മാമുനിമാരും കുന്തിദേവിയും ദുഃഖം പൂണ്ടാർ. കാമിനിയായ മാദ്രി കൂടവേ തീയിൽ ചാടി കാമനു സമനായ കാമുകനോടു ചേർന്നാൾ. മുന്നമേ ബാലന്മാർക്ക് ഷോഡശക്രിയകൾക്കു ധന്യനാം വാസുദേവൻ തന്നുട നിയോഗത്താൽ വന്നിരിക്കുന്ന ഗർഗൻ വൃഷ്ണികൾ പുരോഹിതനൊന്നൊഴിയാതെ വീണ്ടും കർമ്മങ്ങൾ ചെയ്യിച്ചിതോ ചിന്തയാ വെന്തു കുന്തിയും ബാലന്മാരും സന്താപത്തോടു വേണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്താർ. ബാലകന്മാരെയും മാതാവാം കുന്തിയെയും പാലിപ്പാനിനി ആരുമില്ലെന്നു നിരൂപിച്ചു. താപസന്മാരും കൊണ്ടേ ഹസ്തിനപുരത്താക്കി താപവും മറച്ചവരവിടെ വസിക്കുന്നാൾ. വേദവ്യാസനും ചെന്നു മേലിലെ വിശേഷങ്ങൾ ആദരവോടു സത്യവതിയോടരുൾ ചെയ്തു. അംബികയോടും അംബാലികയാളോടും അമ്മയും തപസ്സിനായി വനത്തിൽ ചെന്ന് പുക്കാൾ. മൂവരും പരലോകം പ്രാപിച്ചാലവിടുന്നു ചൊവ്വോടു ശേഷക്രിയ ചെയ്തിരു ബാലന്മാരും. കൗരവന്മാർക്ക് പാണ്ഡവരോടുള്ള സ്പർദ്ധ ആരംഭം. ആറ്റലോടുണ്ടായി വന്ന രാജപുത്രന്മാരൊരു 106 ഒരുമിച്ചു കഴിക്കും കാലത്തിങ്കൽ സത്സംഗമേറെയുള്ള പാണ്ഡവന്മാരോടൊരു മത്സരമുണ്ടായി വന്നു. ധർത്തരാഷ്ട്രന്മാർക്കുള്ളിൽ ഭീമസേനനെ കുറിച്ച് ഏറെയുണ്ട് വൈരം. ഭൂമിവാനാത്മജനാം ദുര്യോധനൻ എന്നാൽ ഉറങ്ങുന്നേരം കെട്ടി ഗംഗയിലിട്ടാലവരിറന്നിടുവാൻ വിഷം കൊടുത്താർ. ചോറ്റിൽ തന്നെ പാമ്പിനെ കൊണ്ടു കടിപ്പിച്ചാർ. കൊല്ലുവാനവരാവം പണി ചെയ്താരതു പാലഞ്ഞാലൊടുങ്ങുമോ. ബന്ധുവായി ശകുനിയും കർണനും അവർക്കുണ്ടു കുഞ്ചിതൻ തനയന്മാർക്ക് ഈശ്വരൻ താനുമുണ്ടോ. അക്കാലം കുമാരന്മാർക്ക് അസ്ത്രങ്ങൾ പഠിപ്പിപ്പാൻ കൃപാരാജ്യം തന്നെ കൽപ്പിച്ചു ഭീഷ്മർ ചൊല്ലാൽ. അസ്ത്രജ്ഞന്മാരിൽ മുമ്പാകിയ കൃപർ തന്റെ ഉത്ഭവം പറയുമ്പോൾ അത്ഭുതമൊടുങ്ങിയിടാൻ. വിദ്യാഭ്യാസവും ശാരദോൽപത്തിയും
പത്മജതനയനാമങ്കിരസിന് പുത്രരുത്ഭവിച്ചത് മൂവരത്രയും തേജസ്തോടം ഉദത്യൻ ബൃഹസ്പതി സമ്പർത്തന്മാരെന്നതിൽ ഉദത്യനായ ആയുണ്ടായേ ദീർഘതമാ. അവന്റെ സുതനല്ലോ ഗൗതമതബോധനൻ, അവന്റെ മകനല്ലോ ശരദ്വാരെന്നു മുനിയും. അവനു വേദത്തിങ്കൽ വാസന കുറകയാൽ അവശപ്പെട്ടു നാഥൻ ജാതകം നിരൂപിച്ചു. ധനുർവേദത്തെ പഠിപ്പിച്ചു ജനകനും മുനിവീരനും രാമദഗ്ധ്യനു സവനായാൻ. ചതുരനായാനവൻ അസ്ത്രങ്ങൾക്കതമൂലമധികം ഭീതി പൂണ്ടു ചവഞ്ഞു ശതമഹൻ. ശരദ്വാനുടെ തമോ വിഘ്നത്തെ വരുത്തുവാൻ സുരശ്രേഷ്ഠനും ജ്വാലാവതിയെ നിയോഗിച്ചാൻ. ശാപാസ്ത്രധരനായി നിൽക്കുന്ന ശരദ്വാനം ശോഭയോടെ ഏകാംബരയാം അവൾ തന്നെ കണ്ടാൻ. അപ്സര സ്ത്രീകളിൽ വെച്ച് അത്ഭുതാംഗിയെ കണ്ടിട്ടപ്പോഴേ വില്ലുമമ്പും വീണ പോയിതുവരാൽ ഉണ്ടായ വികാരത്താൽ വേപതു ശരീരനായി പുണ്ടരീകേഷു പരവശനെന്നിരിക്കലും. ധൈര്യജ്ഞാനാദി തപോബലങ്ങൾ ഉണ്ടാകയാൽ ധൈര്യത്തെ പൂണ്ടു നിന്നു ശരദ്വാനതു നേരം. ശ്രവിച്ചുരേതസ്സത് മറിഞ്ഞീരവനപ്പോൾ ജവത്തോടവിടുന്നു ഗമിച്ചാൻ വിവേകത്താൽ. രണ്ടായി ശരസ്തംഭത്തിങ്കൽ വീണിതു മൂലമുണ്ടായി മിഥുലവും ആശ്രമ സമീപത്തിൽ. കണ്ടിതു നായാട്ടിനായ ഇവിടെ വന്ന നേരം കണ്ടകകാലനായ ശന്തനു സേനാനാഥൻ. അവനും കൃഷ്ണാദിനജാപവാണങ്ങളോടും അവിടെ കാണായി വന്ന മിഥുനം തന്നെയപ്പോൾ. അവനെ ദേവാപത്യമെന്ന് കൽപ്പിച്ച് പുനരവനീശ്വരനായ ശന്തനു പിന്നു നൽകി. കൃപനം കൊണ്ടുപോയി തന്നുടെ രാജ്യത്തിങ്കൽ കൃപയാ വളർത്തിതു തനിക്കു മക്കളാക്കി. കൃപയാൽ വളർക്കയാൽ നൃപതിശേ പേരുമിട്ടാൻ. കൃപനെന്നതും പിന്നെ പെണ്ണിനു കൃപിയെന്നും ഗൗതമനറിഞ്ഞിരു തന്നുടെ മക്കളെന്നു കൗതുകത്തോടും കൃപനോട് ചെന്നറിയിച്ചു. ശരദ്വാൻ ചതുർവിധമാകിയ ധനുർവേദം സുരശ്രേഷ്ഠനു സമം തനിക്കു പഠിപ്പിച്ചു. പരമാചാര്യനായതിനാൽ കൃപരപ്പോൾ സുരവാഹിനി സുനന്ദനുടെ നിയോഗത്താൽ. സുരവാഹിനി പരീസവനാം കൃപന്മയി സ്വരവേന്ദാഗ്രേശ്വരൻ ധനുർവേദജ്ഞ മുഖ്യൻ. കുരവീരാത്മജന്മാർ തന്നെയും പഠിപ്പിച്ച കുരുരാജ്യത്തിങ്കൽ സുഖിച്ചിരിക്കും കാലത്തിങ്കൽ. അവിടേക്കെഴുന്നള്ളിയൊരു നാൾ ദ്രോണാചാര്യൻ അവനോടൊത്ത വില്ലാളികളില്ലൊരുത്തരം. ദ്രോണരാകുന്നതാരെന്നോട് ചോദിക്കുന്നതാണ് പൂണ്ടുമണ്ടും ചൊല്ലുവാൻ കാലം പോരാ. ദ്രോണർ താനുണ്ടായത് വാദിയെ ചെറുപ്പത്തിൽ ശോണീന്ദ്രനാകും ദ്രപദേന സഖ്യാവാപ്തിയം. നല്ലൊരു ശാരദ്വരി തന്നെ കൈപിടിച്ചതും ചൊല്ലേറെ അശ്വത്ഥാമാം അവൾ പെറ്റുണ്ടായതും. ഭാർഗവനോട് ധനം ചോദിപ്പാൻ ചെന്നവാറും ഭാർഗവൻ അർത്ഥമില്ലാഞ്ഞസ്ത്രങ്ങൾ കൊടുത്തതും. പാഞ്ചാലനോട് പിന്നെ പിണക്കമുണ്ടായതും ഞാൻ ചാലേ പറയുമ്പോൾ ആയുസ് പോരായല്ലോ. എങ്കിലും ഗുരുവന്റെ ഉത്ഭവം എന്നോടിപ്പോൾ സംക്ഷേപിച്ചറിയിച്ചേരണമെങ്കിലോ കേൾക്കാം.